Hola, hello. I hope everybody is doing well. നമ്മൾക്ക് ഇന്ന് ഒരു പുതിയ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. കുറച്ച് എക്സ്പ്രഷൻസ്, കുറേ എക്സ്പ്രഷൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഇന്ന് കവർ ചെയ്യാം. നോക്കാം. ഇറ്റ് ഈസ് ഹാട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ മീൻ ചെയ്യുന്ന ഹാട്ട് വെതറിനെയാണ്. നമ്മൾ പറയത്തില്ലേ ഇന്ന് ഭയങ്കര ചൂടാണ്, ഭയങ്കര തണുപ്പാണെന്നൊക്കെ. അപ്പോൾ ഇറ്റ് ഈസ് ഹാട്ട് എന്ന് നമ്മൾ എങ്ങനെ സ്പാനിഷ് പറയും? hace calor. HAC എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ H എപ്പോഴും സൈലൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? തൊട്ട് പറയുള്ളൂ. hace calor. കലോർ എന്ന് പറഞ്ഞാൽ ചൂട്. അസെക്കലോർ എന്ന് പറഞ്ഞാൽ ജനറലായിട്ട് നമ്മൾ പറയുന്നതാണ് അസെക്കലോർ. അല്ലാണ്ട് ഒരു പർട്ടിക്കുലർ വ്യക്തിനെ പോയിന്റ് ചെയ്തോ അല്ലെങ്കിൽ ഒരു കപ്പ് ചൂടാന്ന് പറയാം, അങ്ങനെയൊന്നുമല്ല. ഇതൊരു ജനറൽ വെതറിനെ പറയണതാണ് അസെക്കലോർ. ഇറ്റ്സ് ഹാട്ട്. മനസ്സിലായല്ലോ? അവിടെ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്, എച്ച് എവിടെ കണ്ടാലും സൈലൻ്റ് ആണ്. എഴുതുമ്പോൾ മാത്രമേ എച്ച് ഉള്ളൂ. ഞാനിത് പ്രത്യേകം പറയാൻ കാരണം, കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇൻസ്റ്റാഗ്രാമിലൊരു മലയാളി പെൺകുട്ടിയാണ് പറയുന്നുണ്ട്, ഞാൻ മെക്സിക്കോയിലാണ്, ഇവിടെ ഹോള എന്ന് പറഞ്ഞാൽ ഹലോ എന്നാണെന്ന്. പക്ഷെ അത് തെറ്റാണ്. ഹോള നമ്മൾ എഴുതുമ്പോൾ ഹോള എന്ന് എച്ചോ എല്ലാം എഴുതിയാൽ അത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ എച്ച് കട്ട് ചെയ്ത് കളയണം. ഓല എന്നാ പറയാറുള്ളത്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്തപ്പം നിങ്ങളൊന്ന് പറയാമെന്ന് വിചാരിച്ചു. ഓക്കെ, നെക്സ്റ്റ്, കോഫി ഈസ് ഹോട്ട്. ഒരു കോഫി ടേബിളിൽ ഇരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞത് വെതർ ഹോട്ടാണെന്നുള്ളതാണ്. അസെക്കലോർ. ഒരു കോഫി ആണെങ്കിൽ എന്താ പറയണത് നോക്കാം. കോഫി ഈസ് ഹോട്ട്. El café está caliente. മാറ്റണ്ട, കലോർ മാറി കലിയന്തെ ആയി. എൽ കഫേ എന്ന് പറഞ്ഞാൽ ദ കോഫി എന്നാണ്. ദി കോഫി ഈസ് കലിയന്തെ. എൽ കഫേ എസ്താ കലിയന്തെ. ഈ കോഫി ചൂടാണ്. വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരു വെതർ ചൂടാന്ന് പറയുന്നത് പോലെയല്ല ഒരു കോഫി ചൂടാന്ന് പറഞ്ഞാൽ അവിടെ കലിയന്തെ നമ്മൾ പറഞ്ഞ കലിയന്തെ. അത് കോഫി എന്താണെങ്കിലും നമുക്കത് ഈ ചെയർ ഹാട്ടാണ്. അപ്പോൾ ചെയറിന് നമ്മൾ തൊട്ടുകൊണ്ട് പറഞ്ഞെങ്കിൽ ചെയർ എന്ന് പറയണ്ട, എസ്താ കലിയന്തെ എന്ന് പറഞ്ഞാൽ മതി. ഇറ്റ് ഈസ് ഹാട്ട്. ആക്ച്വലി എസ്താ കലിയന്തെ എന്ന് മാത്രം പറഞ്ഞാൽ ഇതിന് പിന്നിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം, മനസ്സിലായോ? എസ്താ കലിയന്തെ, ഇറ്റ് ഈസ് ഹാട്ട്. I love it. Me encanta. Me റെപ്രസെൻ്റ് ചെയ്യണത് ഞാൻ, ഐ. അവിടെ യോ എന്നല്ല പറയട്ടെ. യോ പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ് പ്രൊനൗൺ. ഐക്ക് വേണ്ടി പറയുന്നതാണ് ജോ, ഞാൻ. പക്ഷെ ഇവിടെ നമ്മൾ അതിൻ്റെ പ്രൊനൗൺ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. Me encanta. I love it. Me encanta. I love it. Se acabó. It's over. അല്ലേ? ജോലിയാവാം, എന്തെങ്കിലും ആവാം. ഇറ്റ്സ് ഓവർ. കുക്കിംഗ് ആവാം. ഇപ്പം എന്താ പറയണത്? Se acabó. Está terminado. അപ്പം അതിൻ്റെ അർത്ഥം പറയണത് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഇപ്പം നമ്മൾ ചെയ്യുന്നൊരു ജോലി ഫിനിഷ് ആക്കുമ്പോൾ നമുക്കവിടെ പറയാം, ഇത് പറയാം, എസ്താ ടെർമിനാദോ. എസ്താ എപ്പോഴും നമ്മൾ ഇറ്റ് ഈസ് എന്നുള്ളതാണ്. അവിടെ കൂടെ എൽ കഫേ എസ്താ കലിയന്തെ, എസ്താ ടെർമിനാദോ, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അത് ടെർമിനാർ എന്ന ബേസിക് വെർബിൽ നിന്നാണ് ഇവിടെ നമ്മൾ ടെർമിനാദോ എന്ന് പറഞ്ഞത്. ടെർമിന എന്ന് പറഞ്ഞാൽ ടു ഫിനിഷ് എന്നുള്ളതാണ്. എൻഡ് ചെയ്തൊരു ബേസിക് വെർബ് ടു ഫിനിഷ്. അവിടെ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾറെഡി ഓവർ ആയത് കഴിഞ്ഞ. അപ്പോൾ നമ്മൾ എസ്താ terminado.
ഇതൊന്ന് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും പറയാം terminado. ആ കേൾക്കുന്നവരൊക്കെ നിങ്ങൾക്ക് നല്ല സ്പാനിഷ് അറിയാവുന്നവരാണ്. está terminado, it is finished. ഇനി ഇവിടെ കിടക്കുക. ഞാൻ പറയാണ്, എന്താ പറയണേ, ഐ ആം ലീവിങ്. ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ് പോകണം, എനിക്ക് പറയാം ഐ ആം ലീവിങ് അല്ലെങ്കിൽ ഐ ആം ഗോയിങ്. ജോലി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കോവർക്കേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ അത് പറയാം ഐ ആം ലീവിങ്, ഐ ആം ഗോയിങ്. അവിടെ നമ്മൾ പറയണത് ജാ മേ ബോയ്. ജ എന്ന് പറഞ്ഞാൽ ഇറ്റ്സെൽഫ് അർത്ഥം ജായ്ക്ക് ഒരുപാട് മീനിങ് ഉണ്ട്. പക്ഷേ മെയിനായിട്ടുള്ളത് ഓൾറെഡി. ഓൾറെഡി ജ ജ ജ ജ ജ അങ്ങനെ നമ്മൾ പറഞ്ഞാൽ മതി മതിയൊന്നും ആവും. പക്ഷെ ജ എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് കോണ്ടാക്ട്സ് നമ്മൾ ജ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം മെയിനായിട്ട് ജ എന്ന് പറഞ്ഞാൽ ഓൾറെഡി. അപ്പം ജ, ഓൾറെഡി, മേ, ഞാൻ, ബോയ്. ഒരു പറയുമ്പോൾ ഓൾറെഡി, മേ, ബോയ്. ബോയ് എന്ന് പറഞ്ഞാൽ VOY എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. വി ഇവർ എഴുതുമ്പോൾ വി എന്ന് എഴുതാലും ഇവർ സ്പാനിഷ് ആയാലും അവർ ബി എന്നല്ല, ബോയുടെ ബി ഇല്ല, ആ ബി ആയിട്ടാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത്. ബോയ്. ഈ ബോയ് എന്ന് പറഞ്ഞാലും എന്താ പറയണ്ടേ, IR എന്ന് വെർപ്പുണ്ട്, ബേസിക് വെർപ്പുണ്ട്. IR അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ബേസിക് വെർബാണ് ഈ IR എന്ന് പറഞ്ഞാൽ. അത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഇയർ. ഞാൻ നേരത്തെ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട് IR, ER, AR എന്ന എല്ലാ വെർബും ബേസിക് വെർബാണ്. അത് പഠിച്ചാൽ നമുക്ക് സെൻറ്റൻസ് മേക്ക് ചെയ്യാനുള്ള ഒരു എന്താ പറയണ്ട ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു നാക്ക് കിട്ടത്തുള്ളൂ നമുക്കത്. അപ്പോൾ ഈ ER എല്ലാ വെർബും ഒന്നല്ല ER, AR തന്നെ. പക്ഷെ ഇത് നോക്കിക്കാൻ വെറുതെ IR എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പുറകിൽ മുമ്പിൽ ഒന്നുമില്ല. IR എൻഡ് ചെയ്യണത് തുടക്കമൊക്കെ IR. ഈ അത് നമ്മൾ പറഞ്ഞ ഇയർ എന്നാണ്. അപ്പൊ ഇയർ എന്ന് പറഞ്ഞാൽ ടു ഗോ എന്നാണ് കേട്ടോ. ടു ഗോ കേട്ടോ, ടു ഗോ. ഇതൊരു റെഗുലർ വെർബല്ല, ഇറഗുലർ വെർബാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോഞ്ചുഗേഷൻ നമ്മളത് മെമ്മറൈസ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ ഈ എന്ന വെർബിൽ നിന്ന് വന്ന ഒരു ഐയോട് ചേരുമ്പോൾ ഉണ്ടാകുന്ന കോഞ്ചുഗേഷനാണ് ബോയ്. ഒരു സാമ്യവും ഇല്ല അല്ലേ. ഐ ആം ഗോയിങ്, ഐ ഗോ എന്നാണ് ഈ ബോയ് എന്ന അത് കോഞ്ചുഗേറ്റ് ചെയ്തൊരു വെർബാണ്. ഇയർ എന്ന് പറയുന്നത് അൺകോൺജുഗേറ്റഡ് വെർബാണ്. ഇത് മാത്രം ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇയർ എന്ന് പറയുന്നത് ബേസിക് വെർബാണ്, IR എൻഡ് ചെയ്യുന്ന വെർബാണ്, ഇൻഫിനിറ്റീവ് വെർബാണ്, അൺകോൺജുഗേറ്റഡ് വെർബാണ്. അപ്പൊ ഈ അൺകോൺജുഗേറ്റഡ് വെർബ് ഐയോട് കൂടി കോൺജുഗേറ്റ് ചെയ്തപ്പോൾ ഐ ഗോ അല്ലെങ്കിൽ ഐ ആം ഗോയിങ് ബോത്ത് ആർ സെയിം വന്നതാണ് ബോയ്. ബോയ് എങ്ങനെ പറയും? ബോയ്. അത് സബ്ജക്ട് പ്രോനൗൺ ഐ ആണ്, ഞാനാണ് ഐ. ബോയ്. അപ്പോൾ ജാമെ ബോയ് നമ്മൾ പറയണ എങ്ങനെ പറയാം? ഐ ആം ലീവിങ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുവാണ്, ഞാൻ എൻ്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു, ഓക്കെ ബൈ, ഐ ആം ലീവിങ്, ജാമെ ബോയ്, ഐ ആം ലീവിങ് അല്ലെങ്കിൽ ഐ ആം ഗോയിങ്. മനസ്സിലായോ? അപ്പോൾ ഇത് ഈ ജാമെ ബോയ് എന്ന് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ജോലി കഴിഞ്ഞ് പോകുമ്പോഴും എന്ത് കഴിഞ്ഞ് പോകുമ്പോഴും നിങ്ങൾ പോകുകയാണ്, ജാമെ ബോയ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കംപ്ലീറ്റ്ലി ഞാൻ ഡണ്ണായി, ഞാൻ പോവുകയാണ്, ജാമെ ബോയ്. മനസ്സിലായി? അപ്പം നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഒരാളോടൊരു നിങ്ങളിൽ ഒരാളോട് ചോദിക്കുക, യു ആർ ലീവിങ്, ആർ യു ലീവിങ് എന്ന് ഞാൻ ചോദിക്കുമ്പം ഇവിടെ ഈ ബോയ് മാറും. ഈ ബോയ് ഉള്ളി അയ്യോട് കൂടി കൊഞ്ചുകയും ചെയ്യുമ്പോൾ ഈ എന്നത്. അപ്പോൾ അവിടെ നമ്മളെങ്ങനെ പറയണം എങ്ങനെയാണ്? നമ്മളവിടെ എങ്ങനെ? ഇപ്പം ഞാൻ ചോദിക്കുക, എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഇരിക്കുക, ആർ യു ലീവിങ്? അപ്പം നമ്മളിവിടെ ഇച്ചിരി മാറ്റം വരുത്തണ്ടേ? ജാ ശരിയാണ്, അതുപോലെ തന്നെ ജാ ഓൾറെഡി. മേ മാറിപ്പോവും അല്ലേ? ഞാൻ ചോദിക്കുന്നത് ആർ യു ലീവിങ്, യു ആവൂടെ. അപ്പം നമ്മളിവിടെ എന്ത് വരുന്നറിയാമോ? തേ വരും, തേ. ബോയ് മാറിയിട്ട് ബാസ്. നമ്മൾ ചോദിക്കാം ജാത്തെ ബാസ്, ജാത്തെ ബാസ്.
എന്ന് അത് ക്വസ്റ്റ്യൻ ആയിട്ട് അതിങ്ങനെ നമ്മുടെ ബോഡി ലാംഗ്വേജ് ക്വസ്റ്റ്യൻ ആക്കുകയാണ്. ക്വസ്റ്റ്യൻ മാർക്കൊക്കെ അവിടെ വന്നു കഴിഞ്ഞു നമ്മുടെ ആ സ്റ്റൈൽ ഓഫ് ടോക്കിങ്ങിന്. ഞാൻ ചോദിക്കുക ജാത്തേബാസ് എന്ന് ചോദിച്ചാൽ, ജാത്തേബാസ് എന്ന് വെച്ചാൽ ആർ യു ലിവിങ്? നമുക്ക് പിന്നെ പഠിക്കാം. എൻ്റെ എന്ന വെർബിൽ നിന്ന് നമ്മൾ വെർബിനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് പറയാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് ജമേ പോയി, ഐ എം ലിവിങ്, അല്ലെങ്കിൽ ഐ എം ഗോയിങ്. നൗ എന്നാണ് അവിടെ അജ, ഓൾറെഡി നൗ. നൗ എന്ന് സ്പാനിഷിൻ്റെ അർത്ഥം അവോരാന്ന് കേട്ടോ. പക്ഷെ ഇവിടുത്തെ ഈ കോണ്ടെക്സ്റ്റിൽ ജ ഒരു നൗ ആയിട്ട് മാറുവാണ്. ഐ എം ലിവിങ് നൗ. മനസ്സിലായോ? ഇനി ഇവിടെ വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഞാൻ ഇവിടെ ഒരു ബോയ് ഇട്ടിട്ടുണ്ട്, അവിടെ ഒരു ജ ഇട്ടിട്ടുണ്ട്. അവിടെ മേ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പൊ അവിടെ നമ്മൾ ജബോയ് എന്ന് പറഞ്ഞാൽ ഐ ആം കമ്മിങ് എന്നാണ്. കൺഫ്യൂസ്ഡായി, എനിക്കറിയാം, ഞാനും കൺഫ്യൂസ്ഡായി. അപ്പം ഞാൻ പറഞ്ഞത് ജമെബോയ്, ഐ എം ലീവിങ്, ഐ എം ഗോയിങ്. അത് കഴിഞ്ഞ് ഞാൻ പറയുവാണ് ജബോയ്. അതെപ്പോഴാണ് പറയണമെന്നറിയാം, ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മളുടെ വീട്ടിലിരിക്കുമ്പോൾ ഒരു എക്സാമ്പിളാണ്, ഒരാൾ വന്ന് കഥകിൽ മുട്ടുകയാണ്. അപ്പം നമ്മൾ ആ കഥക് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുന്നിടത്ത് ഇങ്ങനെ പോകുന്നില്ലേ. അപ്പം ഇവർ പറയണാണ് ജബോയ് ഐ എം കമ്മിങ്. ആ ഡോർ ഓപ്പൺ ഞാൻ വരികയാണ്, ജബോയ്. അല്ലെങ്കിൽ ഇപ്പം ആരെങ്കിലും ഫോൺ വിളിച്ചിട്ട് ചോദിക്കുക, നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ എവിടെയാ? അപ്പം നമുക്ക് പറയാം ജബോയ് ഐ എം കമ്മിങ്. അപ്പം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞത് ഐ എം ലീവിങ് എന്ന് പറഞ്ഞിടത്ത് ഈ ബോയ് പറഞ്ഞു. ഇപ്പം തന്നെ കമ്മിങ് എന്ന് പറഞ്ഞിടത്ത് ബോയ് പറയുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷെ അത് അങ്ങനെയാണ്. കമ്മിങ് എന്നുള്ള ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഇൻഫിനിറ്റീവ് വെർബ് ബെനീർ എന്നാണ്. ബെനീർ ടു കം എന്നുള്ള ബെനീർ, മനസ്സിലായാ പറഞ്ഞത്? ബെനീർ ടു കം. ഇവിടെ ഈറാണ് ടു ഗോ. പക്ഷെ നമ്മൾ ഈറിന്റെ കോൺജുഗേഷൻ ആണ് ഐ എം കമ്മിങ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ജബോയ് ഐ എം കമ്മിങ്, ജമെബോയ് ഐ എം ലീവിങ്. മനസ്സിലായ? ഇത് ശരിക്കും പഠിക്കണം, ആ രണ്ടിൻ്റെയും വ്യത്യാസം. കാരണം ബോയ് എന്ന ഒരൊറ്റ കോൺജുഗേറ്റഡ് വെർബിൻ്റെ ആ ഒരു പെട്ടെന്നൊരു മാറ്റം, മീനിങ് ഉണ്ടാകുന്ന ആ മാറ്റം, എൻ്റെ കോണ്ടെക്സ്റ്റിൻ്റെ ഇതനുസരിച്ച് എൻ്റെ മീനിങ് ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾ മസ്റ്റായിട്ട് അത് പഠിച്ചിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഐ എം കമ്മിങ്, ഐ എം ലീവിങ്, ഐ എം ഗോയിങ്. മനസ്സിലാകുന്നത്? അപ്പം ഈ കമ്മിങ്, ഐ എം കമ്മിങ് ഇവിടെ ഈ കോണ്ടെക്സ്റ്റിൽ പറയുമ്പോൾ നമ്മൾ ബെനി എന്ന വെർബിൽ നിന്നല്ല നമ്മൾ ഈ കമ്മിങ് ഇവിടെ യൂസ് ചെയ്യുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ജമെബോയ് ഐ എം ലീവിങ്, ജബോയ് ഐ എം കമ്മിങ്. ജബോയ് ഐ എം കമ്മിങ്, ഐ എം ഗോയിങ് ടു ഓപ്പൺ ദ ഡോർ നൗ. അപ്പോൾ വെളിയിൽ നിൽക്കുന്നവർ കേൾക്കാം ദ പേഴ്സൺ ഈസ് കമ്മിങ്, ജബോയ്. ആ പേഴ്സൺ ഗോയിങ് എന്നല്ല, ജബോയ് ഐ എം കമ്മിങ്. അടുത്തത് ഐ ആം സോറി. ഐ ആം സോറി എന്ന് പറയും. ഐ ആം സോറി. ലോ സിയന്തോ, ലോ സിയന്തോ. ഇവിടെ ലോ കഴിഞ്ഞിട്ടൊരു ഇങ്ങനെ കുറച്ച് സ്പേസ് ഉണ്ട്. സിയന്തോ, സിയന്തോ അതിനകത്ത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഐ ഒന്നും കാണുന്നില്ല, ആം ഇല്ല, ജസ്റ്റ് ആം സോറി, ലോ സിയന്തോ. ഈ സിയന്തോ എന്ന് പറയുന്ന ഇറ്റ് സെൽഫ് ഈസ് ഐ എം സോറി എന്നുള്ളതാണ്. അത് സെന്തീർ, ടു ഫീൽ. സെന്തീർ എന്ന് പറയുന്ന ഒരു വെർബുണ്ട്, സെന്തീർ. അയാൾ എന്റെയാണ്. അത് ടു ഫീൽ അതിൻ്റെ മീനിങ്. ടു ഫീൽ, ഫീലിംഗ് ആണ്. അപ്പം നമ്മൾ സോറി പറയുമ്പോൾ അത് നമ്മുടെ ഒരു ഫീലിംഗ് അല്ലേ. നമ്മളവിടെ സോറി പറയുമ്പോൾ നമ്മുടെ ഇമോഷണലാണ്. എനിക്ക് ഞാൻ തെറ്റ് ചെയ്തു, അത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് നമ്മൾ പറയണത് നമ്മുടെ ഒരു ഇമോഷണൽ ഫീലിംഗ് ആണത്. അതാണ് സെന്തീർ. അയാൾ തന്നെയാണ് സെന്തീർ, ടു ഫീൽ. അതിൽ നിന്ന് അയ്യോട് കോൺജുഗേറ്റ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി അതെന്തായിട്ട് മാറി? സിയന്തോ. ഇറ്റ് എന്നുള്ളതാണ് ലോ. ഐ എം സോറി, എങ്ങനെ അത് പറഞ്ഞില്ല, പക്ഷെ അത് ലോ സിയന്തോ എന്നാണ് പറഞ്ഞത്. ഐ ആം സോറി, ലോ സിയന്തോ. ഓൾവേസ് സിയന്തോ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ലോ സിയന്തോ, ഐ എം സോറി, ലോ സിയന്തോ. ഓക്കെ. ഇനി പ്ലീസ്, പ്ലീസ് നമ്മൾ എന്തെങ്കിലുമൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്നതല്ല. പ്ലീസ്, പ്ലീസ് ഡു ഇറ്റ് ഫോർ മീ, പ്ലീസ്, പ്ലീസ്. അപ്പോൾ അത് സ്പാനിഷിൽ
por favor. ഫവോർ എന്ന് പറഞ്ഞാൽ ദ ഫേവറേറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇംഗ്ലീഷിൽ. അതിൽ നിന്നുള്ളതാണ് ഫാവോർ. പോർ ഫവോർ. പോർ കഴിഞ്ഞിട്ടൊരു സ്പേസ് ഉണ്ട്, അതിങ്ങനെ ഒന്നിച്ചെഴുതാൻ പാടില്ല എഴുതുമ്പോൾ. പോർ സ്പേസ് ഫവോർ. por favor, please, por favor. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പാനിഷ് ആയോട് പ്ലീസ് എന്ന് പറഞ്ഞെങ്കിൽ por favor. അടുത്ത എക്സ്ക്യൂസ് മീ. എക്സ്ക്യൂസ് മീ. അപ്പോഴൊക്കെ നമ്മൾ എക്സ്ക്യൂസ് മീ നമ്മളിപ്പം ചിലപ്പോൾ ഒരു ലൈനൊക്കെ കട്ട് ചെയ്യുമ്പോൾ അവിടെ നമുക്കൊന്നൊക്കെ ലൈൻ കട്ട് ചെയ്യുമ്പോൾ എക്സ്ക്യൂസ് മീ മേക്കോ എക്സ്ക്യൂസ് മീ അല്ലേ, അങ്ങനെയല്ലേ എക്സ്ക്യൂസ് മീ ഒക്കെ ഉപയോഗിക്കണം. എനിക്കറിയാമല്ലോ, എന്നെ കൺകുള്ളിൽ എനിക്കറിയാം അവിടെ എക്സ്ക്യൂസ് മീ ഉപയോഗിക്കണം. അപ്പോൾ അതിന് സ്പാനിഷ് ജസ്റ്റ് ഓൺലി വൺ വേർഡ്, ഡിസ്കുൾപേ. 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 എക്സ്ക്യൂസ് മീ, ഡിസ്കുൾപേ. ഇനി I hope you are doing well. I hope. അവിടെ എന്താണ്? ഹോപ്പാണ്. ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഐ ഹോപ്പ്, ഞാൻ ഹോപ്പ് ചെയ്യുന്നു അല്ലേ, അതായത് ഒരു ക്ലാരിറ്റി ഇല്ല. ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. അപ്പം അത് സ്പാനിഷിൽ പറയണത് എസ്പേരോ. ജസ്റ്റ് എസ്പേരോ എന്ന് പറയുന്നത് ഐ ഹോപ്പാണ്. എസ്പെരാർ എന്ന് പറയുന്ന വെർബിൽ നിന്നാണ്. എസ്പെരാർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ടു വെയിറ്റ് ആണ്, പക്ഷെ ഇവിടെ അതിന് ഹോപ്പൊന്നും മീനിങ് ഉണ്ട്. എസ്പേരോ. ഇപ്പൊ എപ്പോഴെങ്കിലും എസ്പേരോ എന്ന് കേട്ടാൽ എന്താ? ഐ ഹോപ്പ്. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് എസ്തേസ് ബിഎൻ. ബിഎൻ അല്ല, ഗുഡ്, വെൽ. എസ്തേസ് എന്ന് പറഞ്ഞാൽ യു ആർ എന്നാണ്. പക്ഷേ ഇവിടെ ഞാൻ ഈ എസ്താസ് എന്ന് പറഞ്ഞാൽ യു ആർ ആണ്. അത് ജനറലി എസ്താസ് യു ആർ. എസ്തോയ് ആയാം അല്ല, എസ്താർ എന്ന് ഇൻഫിനിറ്റി വെർബ് എന്നുള്ളതാണ്. എസ്തോയ്, എസ്താസ്, എസ്താന്, എസ്താമോസ് എന്നൊക്കെ പറയണം. അതൊക്കെ ഞാൻ എസ്താർ വെർബ് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ അണ്ടർസ്റ്റാൻഡ് ആവും. അപ്പോൾ ഇവിടെ എസ്താസ് എന്ന് പറഞ്ഞാൽ യു ആർ. എന്തുകൊണ്ട് ഞാൻ എസ്താസ് ഉപയോഗിക്കും? ഇവിടെ എസ്തേസ് ബി എന്ന് ഉപയോഗിച്ചെന്നൊരു ക്വസ്റ്റ്യൻ വരാം. കാരണം നമ്മളെപ്പോഴും ഒരാളോട് നമ്മൾ പറയണം ഐ ഹോപ്പ്, ഐ വിഷ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു ഡൗട്ടിങ് അവിടെ നിൽക്കുന്നത്. ഒരു ഡൗട്ട്, ഒരു സർട്ടനിറ്റി ഇല്ല അവിടെ അല്ലേ. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എപ്പോഴും എസ്തേസ് ഉപയോഗിക്കാറുള്ളൂ. ഇപ്പം ഞാൻ ചിലപ്പോൾ പറയാം, നമുക്ക് പറയാം ഐ എം സോ ഹാപ്പി യു ആർ ഹിയർ അല്ലേ. estoy feliz and I am happy. Estoy feliz que estés aquí. See, estás aquí പറഞ്ഞില്ല. കാരണം എന്താന്ന് വെച്ചാൽ യു ആർ, ഐ എം ഹാപ്പി ദാറ്റ് യു ആർ ഹിയർ എന്നാണ് പറഞ്ഞത്. estoy feliz que estés aquí. ഞാൻ എസ്താസ് എന്ന് പറഞ്ഞാൽ അവിടെ മീനിങ് ഒക്കെ അവർക്ക് മനസ്സിലാവും. ഐ എം ഹാപ്പി ദാറ്റ് യു ആർ ഹിയർ. പക്ഷേ അത് തെറ്റാണ്. കാരണം എവിടെയെങ്കിലും നമ്മളൊരു ഫീലിങ്ങിലോ നമ്മൾ ഹോപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ സന്തോഷം എനിക്ക് ഒത്തിരി ഉണ്ട് നിങ്ങളിവിടെ കണ്ട്, അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ നമ്മൾ എസ്താസ് അല്ല ഉപയോഗിക്കുന്നത്, എസ്തേസ് ബി ആയി കണ്ട. അതായത് ഞാൻ ഹോപ്പ് ചെയ്യുന്നു നീ ഗുഡാണെന്ന്, നീ വെല്ലാണെന്നത്. അപ്പോൾ espero que estés bien, estoy feliz que estés aquí. ഞാനിത് എപ്പോഴും ഉപയോഗിക്കും. ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം നമ്മുടെ സ്പാനിഷ് മാത്രം സ്പീക്ക് ചെയ്യുന്ന ഹൗസ് കീപ്പിംഗ് അവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പം അവരോട് ഞാനിങ്ങനെ പറയും estoy feliz que estés aquí എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ സ്പാനിഷ് നിങ്ങളോടൊക്കെ സംസാരിച്ച് പഠിക്കാം എന്നൊക്കെയുള്ള സന്തോഷത്തിൽ ഞാൻ പറഞ്ഞു. അപ്പം എനിക്കൊരു സന്തോഷമാണ്, എനിക്കൊരു ഫീലിംഗ് അവരെ കണ്ടത്. അപ്പം ഞാൻ അവിടെ പറഞ്ഞ I am feliz, happy que that estés aquí, you are here. Say estés. ഈ estés പറയുമ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പം എപ്പോഴും എസ്താസ് എസ്തേസ് എന്നുള്ള. ഇപ്പം എസ്തേസ് എന്ന് പറയണത് അതിൻ്റെ ടെൻസ് സുബ്ഹുന്തീവ് ടെൻസ് എന്നൊരു വേറൊരു ടെൻസ് ഉണ്ട്. ആ ടെൻസിനകത്ത് വരുന്നതാണ് ഈ എസ്താസ് അല്ല എസ്തേസ്. എസ്താസ് എന്നുള്ള റെഗുലർ യു ആർ. അപ്പോൾ അതിൻ്റെ ഡീപ്പിലേക്ക് ഇപ്പം കടന്നു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുക. അപ്പോൾ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കാൻ നമ്മൾ ഫീലിങ്ങിലും ഒരു അൺസർട്ടൺ ഒരു ഡൗട്ടിൽ കിടക്കുക എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചെറിയ മാറ്റം വരുത്തിയാണ് നമ്മൾ ആ വെർബിനെ മാറ്റുന്നത്. അതാണ് ഇവിടെ എസ്തേസ് ഉപയോഗിച്ചത്. ഇനി ബുൻ പ്രൊബേച്ചോ, അവിടെ വി ആണ്, വി സി എച്ചോ, ബേച്ചോ എന്നല്ല ബേച്ചോ, പ്രൊബേച്ചോ. എപ്പോഴും ഞാൻ പറഞ്ഞില്ല വി എഴുതിയാൽ ബി ആയിട്ടാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ബുൻ പ്രൊബേച്ചോ,
ശരിക്കും അതിൻ്റെ അത് ബുവൻ കഴിഞ്ഞ സ്പേസ് ഉണ്ട്, അതിൻ്റെ പ്രൊബേച്ചോ ഇരിക്കണം. പക്ഷെ അത് ഇംഗ്ലീഷ് ഒറ്റ വേണം, എൻജോയ്, ജസ്റ്റ് എൻജോയ്. ഇത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഇതിൻ്റെ കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത് ഈ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കൊക്കെ ആൾക്കാർ പറയും ബുവൻ പ്രൊബേച്ചോ, എൻജോയ് യുവർ ഫുഡ്, എൻജോയ് യുവർ മീൽ എന്നാണ് അതിൻ്റെ അർത്ഥം. എപ്പോഴെങ്കിലും കേൾക്കുവാണെങ്കിൽ ബുവൻ പ്രൊബേച്ചോ, ഓക്കെ ബൈ, ബുവൻ പ്രൊബേച്ചോ, എൻജോയ് യുവർ ലഞ്ച്, എൻജോയ് ബുവൻ പ്രൊബേച്ചോ. മിക്കവാറും ഈ ലഞ്ച് കഴിക്കുമ്പോഴാണ്, അല്ല ലഞ്ചല്ല ഫുഡ് കഴിക്കുന്ന സമയത്താണ് ഈ ഒരു വേർഡ് ഞാൻ ഉപയോഗിച്ച് കേൾക്കുന്നത്. ബുവൻ പ്രൊബേച്ചോ, ബൈ, അഡിയോസ്. ഇനി മേ ഐ കം ഇൻ, നമ്മളൊരു ഡോറിലൊക്കെ നോക്കിയാൽ നമ്മൾ ജോലിയൊക്കെ ആണെങ്കിലും റൂമിലായിട്ട് കയറുന്ന നമ്മളിങ്ങനെ ഐം കമ്മിങ്, യുവർ നേഴ്സ് ഒക്കെ നമ്മൾ കയറത്തില്ലേ. അപ്പോൾ അവിടെ നമുക്കൊരു ചോദിക്കാം മേ ഐ കം ഇൻ, മേ ഐ കം ഇൻ, puedo entrar, puedo entrar. കാരണം എൻട്രാർ അതുപോലെ ഉപയോഗിച്ചു. അയാൾ എൻ്റെ എന്നൊരു ഇൻഫിനിറ്റീവ് വെർബാണ്. കാരണം ഇതോടെ ഒരു കോൺജുഗേറ്റ് ചെയ്ത വെർബിനൊരു കോംപ്ലിമെന്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇൻഫിനിറ്റീവ് വർക്ക് അതേപോലെ ഉപയോഗിക്കുന്നുള്ളൊരു ക്ലാസ് ഞാൻ നേരത്തെ എടുത്തിരുന്നു. ഒരു ഉദാഹരണം കൂടെയാണ്. പുയതോ എന്ന് പറയുന്നത് ഓൾറെഡി ഐയുമായിട്ട് കോൺജുഗേറ്റ് ആണ്. ഐ ക്യാൻ, ഇവിടെ ഐ ക്യാൻ എന്നുള്ളതല്ല, കാരണം ക്വസ്റ്റ്യൻ മാർക്ക് അടിക്കുമ്പോൾ കനായ് എന്ന് ആയിട്ട് മാറും. പോയതോ കനായ് എൻട്രാർ, കനായ് എൻട്രാർ എന്നല്ല, കനായ് കം ഇൻ, കനായ് കം ഇൻ എന്നുള്ളതാണ്. എൻട്രാർ, എൻട്രി ചെയ്തോട്ടെ എന്നാണ്. ഈ റൂമിലോട്ട് ഞാൻ എൻട്രി ചെയ്തു. പോയതോ എൻട്രാർ. അപ്പം നമുക്ക് അകത്തുനിന്ന് എന്ത് വരും? സി, യെസ് ഓർ നോ, whatever it is. Okay. അതെ, es importante, ഈ എസ് ആണ്. യെസ്, es importante എന്ന് പറഞ്ഞാൽ യെസ് ഇറ്റ് സെൽഫ് അതിന്റെ മീനിങ് ഇറ്റ് ഈസ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റഡി സ്പാനിഷ്. Es importante estudiar español. It is important. ഇനി നമുക്കിവിടെ നോ എസ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും നോ അവർ ഫ്രണ്ടിലിടുന്നത്, ഇവിടെ ഇടും നോ. യെസ് നോ ഇമ്പോർട്ടൻറ്റ് അല്ല പറഞ്ഞാൽ നോ എസ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഞാൻ ഇവിടെ പറയുന്നു നോ ഇടുന്നില്ലേ, എസ് ഇമ്പോർട്ടൻറ്റ്. എന്താണ്? ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, വാട്ട് എവർ. യെസ് ഇമ്പോർട്ടൻറ്റ്. ഇമ്പോർട്ടൻ്റ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അവർ ഇമ്പോർട്ടൻറ്റ് എന്ന്. ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ ഇംഗ്ലീഷിലെ വേർഡുമായിട്ട് ഇവർക്ക് മാച്ച് ചെയ്യും. ഇപ്പം ഞാൻ എൻട്രാർ, എൻട്രി ആണ്. അപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ എൻട്രി എന്നുള്ളതല്ല പറഞ്ഞത്. അപ്പോൾ എൻട്രാർ, അപ്പം അതോട്ട് ചെയ്ത് മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എൻട്രാർ. അപ്പോൾ എന്താണ്? എസ് ഇമ്പോർട്ടൻറ്റ് എസ്തുദിയാ എസ്പെനിയോൾ. അപ്പോൾ എൻ്റെ വീഡിയോ എപ്പോഴും വാച്ച് ചെയ്യുക. എസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾക്ക് ഒരു പുതിയ ക്ലാസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എന്താണ് ഇപ്പോൾ പറയേണ്ടത്? ഐ എം ലീവിങ് അല്ലേ? ഇപ്പോൾ പഠിച്ചില്ലേ? ഐ എം ലീവിങ്, ഐ എം ഗോയിങ്. എന്താണെന്ന് പറഞ്ഞാൽ ആ ബോർഡ് മാറിപ്പോയി. ഐ എം ലീവിങ്, മേ ജാ മേ ബോയ്, ജാ മേ ബോയ്, അദിയോസ്.